ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഒരവസരം കൂടെ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ, ചിന്തിക്കുവാൻ നമുക്ക് കർത്താവ് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ കഴിഞ്ഞ കാഴ്ചകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 സഭകൾക്കുള്ള ദൂത് ആണല്ലോ. നാം ആയിരിക്കുന്ന നമ്മുടെ പ്രാദേശിക സഭയിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകാം എന്നുള്ളതാണ് നാം അതിൽ കൂടെ ചിന്തിക്കുന്ന വിഷയം. വളരെ ലളിതമായ ചില ആശയങ്ങളും ദൈവം തന്ന ചില ചിന്തകളുമാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള 4 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്മിർനയിലെ സഭയ്ക്കുള്ള ദൂത്, ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിന് പ്രാരംഭമായിട്ട് ആ വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. സ്മിർനയിലെ സഭയുടെ ദൂതന് എഴുതുക: മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദന്മാരെന്ന് പറയുന്നെങ്കിലും യഹൂദന്മാരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിക്കുവാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ഈ വായിച്ച വാക്യങ്ങളെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തരുമാറാകട്ടെ. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ തന്നെ പ്രാരംഭമായിട്ട് ആ സ്മിർന സ്ഥലത്തിന്റെ പേരിന്റെ അർത്ഥം, അത് കയ്പ് എന്നാണ് ആ പേരിന്റെ അർത്ഥം, ബിറ്റർ. ആ പേരിന് മാത്രമല്ല, നമുക്ക് വളരെ സുപരിചിതമായ മറ്റു ചില പേരുകളുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളുടെ യാത്രാമധ്യേ മാറയിൽ എത്തി എന്ന് വായിക്കുന്നു. കയ്പുള്ള വെള്ളം, മാറയ്ക്ക് കയ്പ് എന്നാണ് അർത്ഥം. പുറപ്പാട് 30-ാമത്തെ അധ്യായത്തിൽ അഭിഷേക തൈലമുണ്ടാക്കുമ്പോൾ പല കൂട്ടുകളുണ്ട്. അതിൽ അയഞ്ഞ മൂര് എന്ന് പറഞ്ഞിട്ടുണ്ട്. അയഞ്ഞ മൂര്, അതും കയ്പ് എന്നാണ് അർത്ഥം. പിന്നെ നമ്മുടെ കർത്താവ് മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ചപ്പോൾ വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിപ്പാനായി ചെന്നു. മത്തായി 2-ൽ കൊണ്ടുള്ള കാര്യം, അവർ കാഴ്ചവെച്ചത് മൂര്, പൊന്ന്, കുന്തിരുക്കം ആയിരുന്നു. അവിടെ മൂര് പറഞ്ഞിട്ടുണ്ട്, അത് കയ്പെന്ന അർത്ഥം. പിന്നെ പല സഹോദരിമാർക്ക് മേരി എന്ന് പേരുണ്ട്. മേരി, നമുക്കറിയാമല്ലോ പലരുടെയും പേരുകൾ. ആ പേരിന്റെ അർത്ഥവും കയ്പെന്ന്. അപ്പൊ ഈ 4 വാക്യം ഞാൻ പ്രത്യേകം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം ഒരേ ധാതുവിൽ നിന്ന് ഉണ്ടായതാണ്. അതിന്റെ എല്ലാം അർത്ഥം കയ്പെന്ന അതേ വാക്ക് തന്നെയാണ് സ്മിർന എന്ന വാക്കിലും അടങ്ങിയിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, വിശ്വാസികൾക്ക് എല്ലാവർക്കും ഈ വാക്ക്, ഈ അർത്ഥം വാസ്തവത്തിൽ അന്വർത്ഥമാണ്. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട ശേഷം എത്രയോ കൈപ്പേറിയ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അത് നമുക്ക് ദൈവം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സഭയാണ് ഈ സഭ എന്നുള്ളത് പേരുകൊണ്ട് തന്നെ മനസ്സിലാകുന്നു. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തു തന്നെത്താൻ അവർക്ക് വെളിപ്പെടുത്തുന്നത് ഏത് പേരില്ല? മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ. കഴിഞ്ഞ ലേഖനത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്, അടുത്ത ലേഖനത്തിലും അങ്ങനെയല്ല പറയുന്നത്. ഓരോന്നിനും വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. കാരണം താൻ ആ കാര്യം വെളിപ്പെടുത്തുമ്പോൾ അതിന് പിൻപിലും ഉദ്ദേശമുണ്ട്. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചവൻ എന്ന് പറഞ്ഞാൽ സ്മിർന സഭയിലെ അതികഠിനമേറിയ അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. അന്നത്തെ സഭകൾക്കെല്ലാം അങ്ങനെയുള്ള വളരെ കഷ്ടത, പീഡനം ഉണ്ടായിരുന്നു. ദാരുണമായ നിലയിൽ കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ലക്ഷങ്ങൾ കൊല്ലപ്പെട്ട ചരിത്രമുണ്ട്, നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ കൈപ്പേറിയ അനുഭവം ഏറി വന്നാൽ മരണം വരെ സംഭവിക്കും. അത്രയല്ല ഉള്ളൂ. ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തവനാണ്. അതാ പറഞ്ഞതിന്റെ ആശയം. നിങ്ങളെ കൊല്ലുവാനേ ലോകത്തിന് കഴിയൂ, നിങ്ങളെ ഉയർപ്പിക്കുവാൻ എന്നെ കൊണ്ട് കഴിയും. അപ്പൊ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ആ ഒരു വാക്ക് പറഞ്ഞാൽ. രണ്ടാമത്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നത് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഇപ്പൊ നമുക്കൊരു പ്രശ്നമുണ്ടായാൽ, ഒരു പ്രതികൂലമുണ്ടായാൽ, ഒരു രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കാൻ പോകും. അതിന്റെ അന്ത്യം എന്താണെന്ന് നമുക്കറിയാമോ? സൗഖ്യമുണ്ടാകുമോ? രോഗം മൂർച്ഛിക്കുമോ? ചിലപ്പോൾ ആ രോഗം കൂടി മരിച്ചു പോകുമോ? നമുക്കറിയത്തില്ല. പക്ഷേ നാം വായിക്കുന്നു യെശയ്യാവ് 46-10
ഒരു കാര്യത്തിന്റെ ആരംഭത്തിൽ തന്നെ അതിന്റെ അവസാനം ആർക്കറിയാം? കർത്താവിനറിയാം. തുടങ്ങുമ്പോഴേ അറിയാം അതെവിടെ അവസാനിക്കുന്നത്. കാരണം തനിക്ക് ആദ്യം അന്തമൊന്നും ഇല്ലാത്തവനാണ്. താനൊരു കാര്യം ആരംഭിച്ചാൽ, താനൊരു കാര്യം നമുക്ക് അനുവദിച്ചാൽ അതിന്റെ അന്ത്യം അവനറിയാം. നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മളൊരു പക്ഷേ അല്പം ഒന്ന് നിരാശപ്പെട്ടെന്ന് വരാം. ഈ കാര്യം എന്താ തീരും എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കും. ആകുലം നമുക്കുണ്ടാകും. അതുകൊണ്ട് പറയുക, ഞാൻ മരിച്ചവനായിരുന്നു, ജീവിച്ചിരിക്കുന്നു. നീ മരിക്കേണ്ടി വന്നാലും നിന്നെ ജീവിപ്പിച്ചോളാം. അത് ഒരർത്ഥം. രണ്ടാമത്തേത്, ഞാൻ ആദ്യനും അന്ത്യനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീ കടന്നു പോകുന്ന വഴിയുടെ അന്ത്യം എന്താണ് നിനക്കറിയത്തില്ലെങ്കിലും ആർക്കറിയാം? എനിക്കറിയാം. അപ്പൊ പ്രിയമുള്ളവർ, നമുക്ക് ഇത് ഒരു ധൈര്യമുള്ള വാക്കായിട്ട് എടുക്കാം. നമ്മുടെ ജീവിതത്തിലെ എത്ര വ്യത്യസ്തമായ കഠിനമായ സാഹചര്യം വന്നാലും അതിന്റെ അന്ത്യം കർത്താവിന് അറിയാം. കർത്താവ് ശിഷ്യന്മാരും കൂടെ ഒന്നിച്ച് ഒരിക്കൽ വള്ളത്തിൽ യാത്ര ചെയ്തപ്പോൾ വലിയ കാറ്റും കോളും ഉണ്ടായിട്ട് അവര് തണ്ട് വലിച്ച് വലയുക, അവർ നിലവിളിക്കുക. കർത്താവ് എന്ത് ചെയ്യുക? അമരത്ത് തലയണ വെച്ച് ഉറങ്ങുക. കാരണം എന്താ സംഭവിക്കപ്പോൾ തനിക്കറിയാം. ഒരു പ്രശ്നവുമില്ലാതെ ഇവരുമായിട്ട് ഒന്നിച്ച് അക്കരെ എത്തും തനിക്ക് അറിയാവുന്നതുകൊണ്ട് താൻ ഉറങ്ങുക. അവർക്കറിയാൻ വയ്യ, അവർ വിചാരം മുങ്ങിപ്പോകുന്ന. അവരതുകൊണ്ട് നിലവിളിച്ചു. കർത്താവ് എഴുന്നേറ്റ് പറഞ്ഞ് അവരെ ശാസിച്ച്, അവരെ ശാസിച്ചു, കാറ്റിനെ ശാസിച്ചു, അക്കരെ എത്തിച്ചു. അപ്പോൾ ആ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുക. ഈ കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു, നമ്മിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകാം. കർത്താവിന്റെ ആ സ്വഭാവം നാം മനസ്സിലാക്കി മുൻപോട്ട് പോയാൽ മാത്രം മതി. പിന്നെ പറയുന്നത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ, ഞാൻ അറിയുന്ന ചില കാര്യമുണ്ട്. ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു. അതിന്റെ 8ാമത്തെ വാക്യം. ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു. ഐ നോ യുവർ സഫറിങ്. ഈ കഷ്ടത അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പ്രതികൂലമുണ്ട് എന്നുള്ളത് അറിയാം എന്ന അർത്ഥത്തിൽ മാത്രമല്ല. അത് എനിക്കറിയാമായിരുന്നു. നിനക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. നമ്മളെ സംബന്ധിച്ചും നമുക്ക് അങ്ങനെ ഒരു അറിവ് ഉണ്ടാകണം. നമുക്കൊരു പ്രത്യേക വരം ലഭിച്ചിട്ടുണ്ട്. അത് ഫിലിപ്പിൽ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനോട് കഷ്ടമനുഭവിക്കാനും വരം നൽകിയിരിക്കുന്നു. ഫിലിപ്പിൻസ് ചാപ്റ്റർ 1:29, ഫിലിപ്പിയർ 1:29 പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം, ഒരു വരവും ഒരു കൃപാവരവും നമുക്ക് പ്രാർത്ഥിച്ച് കിട്ടിയതല്ല, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കിട്ടിയതല്ല, എല്ലാം ദാനമായിട്ട് കിട്ടിയതാണ്. വിശ്വാസം ദാനമായി തന്നു, അതോടൊപ്പം എന്ത് തന്നു? കഷ്ടം അനുഭവിക്കാനുള്ള വരവും തന്നു. അപ്പൊ അതൊരു ഞാൻ വേറെ ഭാഷ പറയുക, അതൊരു പാക്കേജാണ്. രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞെങ്കിൽ കഷ്ടം അനുഭവിക്കാൻ കഴിയുമെന്ന് കർത്താവ് തന്നെ നമ്മോട് പറയുക. ഇനി 2-3 വാക്യങ്ങൾ, അറിയാവുന്ന വാക്യങ്ങളാണ് പറയാൻ പോകുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ലോകത്തെ ജയിച്ചിരിക്കുന്നു. പിന്നെ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. ഇതെല്ലാം ബൈബിളിലെ വാക്യങ്ങളാണ്. യെശയ്യാവിൽ വായിക്കുന്നത്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. ഈ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് നിശ്ചയമായിട്ട് കടക്കുമെന്ന ഒരു കഷ്ടതയുടെ ചെറിയൊരു രൂപം. എന്നാൽ അടുത്ത വാക്ക് പറയുന്നത്, നീ തീയിൽ കൂടി നടന്നാൽ, ഇഫ് യു വാക്ക് ടു ദ ഫയർ, തീയിൽ കൂടി നടന്നാൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം നടക്കണമെന്നില്ല. വെള്ളത്തിൽ കൂടിയുള്ള കഷ്ടത അല്ലെങ്കിൽ ചെറിയ കഷ്ടത എല്ലാവർക്കും ഉണ്ട്. തീയുടെ അനുഭവം എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. അങ്ങനെ നടക്കേണ്ടി വന്നാലും തീ നിന്നെ ദഹിപ്പിക്കുകയില്ല. അപ്പോൾ കഷ്ടതയുടെ ആ ഓരോ സ്റ്റേജാണ് പറയുന്നത്. ചെറിയ കഷ്ടത ഉണ്ടാകാം എല്ലാവർക്കും, അതിൽ ചിലർക്ക് വലിയ കഷ്ടത ഉണ്ടാകാം. പത്രോസ് ഒരു വാക്ക് പറഞ്ഞു. പത്രോസ് ലേഖനം എഴുതുമ്പോഴും വിശ്വാസികൾ കഠിനമായ സാഹചര്യത്തിൽ കൂടെ പോവുകയാണല്ലോ. നിങ്ങളുടെ പരീക്ഷയ്ക്കായിട്ട് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വെച്ച് അത് ചെയ്യപ്പെടരുത്. 1 Peter chapter 4:12, 1 പത്രോസ് 4:12. 1 പരീക്ഷ, 2 അഗ്നിശോധന, 3 അപൂർവ കാര്യം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നാൽ കഷ്ടതയ്ക്ക് തന്നെ ഒത്തിരി സ്റ്റേജസ് ഉണ്ട്, ഒത്തിരി നിലകളുണ്ട്. എല്ലാവരും ഒരുപോലുള്ള കഷ്ടതയിൽ കൂടെ അല്ല കർത്താവ് കടത്തിവിടുന്നത്. കർത്താവിനറിയാം ആരെയൊക്കെ ഏതെല്ലാം നിലയിൽ കൂടി കടത്തിവിടണം, ഏതെല്ലാം കാര്യത്തിൽ അവർ വിജയികളായിട്ട് പുറത്തു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അറിയാം. അതനുസരിച്ച് കർത്താവ് നൽകും എന്നാണ് ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നാം കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളുക, കർത്താവ് അറിഞ്ഞുകൊണ്ട്, കർത്താവ് എന്നെയും അറിയുന്നു, എന്റെ സാഹചര്യത്തെയും അറിയുന്നു. അത് നമുക്ക് ധൈര്യം പകരുന്ന വിഷയമാകട്ടെ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് കഷ്ടത അറിയുന്നു മാത്രമല്ല, ഐ നോ യുവർ പോവർട്ടി, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. നിന്റെ ദാരിദ്ര്യം അറിയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൻ കൊടുത്തിട്ട് 2 ലൈൻ കൊടുത്തിട്ട് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നീ ധനവാനാകുന്നു. അങ്ങനല്ലേ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്.
നിന്റെ ദാരിദ്ര്യം എനിക്കറിയാം, പക്ഷെ നീ ധനവാനാണ്. ലോകത്തിലെ ജനങ്ങൾ നോക്കിയാൽ നീ ദാരിദ്ര്യം അനുഭവിക്കുന്നവനാ. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ നീ വലിയ നിലവാരമില്ലാത്തവനാണ്. ലോകം നിന്നെ പഴിക്കുക, പുച്ഛിക്കുക. പക്ഷെ എന്റെ ദൃഷ്ടിയിൽ നീ ആരാ? സമ്പന്നനാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നാം കരുതണം. ലോകം നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ലോകം നമ്മളെ വലിയ ആളായിട്ട് കണ്ടാൽ ഒരു പക്ഷേ നാം ദൈവസന്നിധി ചെറിയ ആളായിരിക്കാം. അതുകൊണ്ട് ലോകം നമ്മെ കാണുന്നത് ചെറിയവരായിട്ടാണോ, പുച്ഛമായിട്ടാണോ, അതിലൊന്നും ഭാരപ്പെടുവാൻ ആവശ്യമില്ല. ദൈവം നമ്മളെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ തന്നെ ആ ഒരു വിഷയം നമുക്ക് കാണാൻ സാധിക്കും. ഒരു വാക്യം ഒന്ന് വായിച്ച് സഹായിച്ച് യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 5. അവിടെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വായിച്ചാൽ പ്രിയ സഹോദരന്മാരെ കേൾക്കുവിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന് അവകാശികളാകേണ്ടതിന് തിരഞ്ഞെടുക്കുകയോ. നമ്മെ തിരഞ്ഞെടുത്തത്, ദരിദ്രരായ നമ്മെ തിരഞ്ഞെടുത്തത് വിശ്വാസത്തിൽ സമ്പന്നരാക്കാനാണ്. അപ്പൊ ദൈവത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തതിലും രക്ഷിച്ചതിലും തന്നെ ഈ പദ്ധതിയുണ്ട്. ഏത് പദ്ധതിയാ? ലോകത്തിന് മുമ്പാകെ നമ്മൾ ദരിദ്രരാണെങ്കിലും നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. നാം സാധാരണ പറയുന്ന വാക്കാണല്ലോ, കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ദരിദ്രരായ നമ്മളെ സമ്പന്നരാക്കേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്ന കൃപ നാം അറിയുന്നുവല്ലോ. അത് ഓർക്കാനുള്ള കാര്യമാണ് കർത്താവിനെ ആരാധിക്കുമ്പോൾ. അപ്പോൾ അവൻ സമ്പന്നനായിരുന്നവൻ ദരിദ്രനായിട്ട് വന്ന് ദരിദ്രരായ നമ്മളെ സമ്പന്നരാക്കി. അത് രക്ഷയിൽ തന്നെ, തിരഞ്ഞെടുപ്പിൽ തന്നെ, നമ്മുടെ വെളിയിൽ തന്നെ ആ ഒരു ലക്ഷ്യം കർത്താവിനുണ്ടെന്ന് പറഞ്ഞതിന്റെ ആശയം. അപ്പോൾ നമ്മൾ ലോകപ്രകാരം കുറഞ്ഞവരാണെന്ന് വിചാരിച്ച് നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശം നമ്മളെക്കുറിച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അങ്ങനെ വന്ന വിശ്വാസികൾ അത് പ്രായോഗികമാക്കണം. പലരും ഭാരപ്പെടുന്നവരുണ്ട്, വേദന അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. ഭാരപ്പെടുന്നവരോട് ഒരു വാക്കുകൊണ്ട് ഒരാശ്വാസം പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. തനിയെ ഇരുന്ന് ബുദ്ധിമുട്ടുന്നവർ അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി അടുത്തിരുന്ന് 10 മിനിറ്റ് സംസാരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മളിൽ അത് പൈസ ഉണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള പൈസ ബാങ്കിൽ നിക്ഷേപിക്കണം എന്ന ചിന്ത വിട്ടിട്ട്, ബാങ്കിൽ ഇരുന്ന് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ചിന്ത വിട്ടിട്ട് അത്യാവശ്യ കാര്യങ്ങളിൽ ഞെരുങ്ങുന്ന സഹോദരങ്ങളുണ്ട് എന്നറിഞ്ഞാൽ കൊടുക്കണം. വായിച്ചു 2 കൊരിന്ത്യർ 6-ാം അധ്യായം 10-ാം വാക്യം. പൗലോസിന്റെ ജീവിതാനുഭവം പറയുക. അതുപോലെ ആയിരിക്കണം നമ്മളും. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നു. മനസ്സിലായോ? നമ്മൾ ദരിദ്രം നോക്കിയ നാട്ടുകാർ പറയുന്നപോലൊന്നും അല്ല കാര്യം. നമ്മൾ ദുഃഖം അനുഭവിക്കുന്നതാണെങ്കിൽ നമ്മളിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുക. മുഖത്ത് നോക്കിയാൽ ആരും പറയുമ്പോൾ ദുഃഖമുണ്ടെന്ന് ഇല്ല. പക്ഷെ പരിശോധന എഴുതിയ ആൾ പറഞ്ഞു, മുഖത്ത് സന്തോഷമുണ്ടെങ്കിൽ ഹൃദയത്തിൽ വേദന ഉണ്ടെങ്കിലും അത് വെളിപ്പെടുത്താതെ ചിരിച്ചു കാണിക്കുന്ന സ്വഭാവം വിശ്വാസികളുടെ സ്വഭാവമാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ സമ്പന്നരാക്കുക. ഒരു പങ്ക്, ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരോട് സുവിശേഷം പറഞ്ഞ് അവരെ സമ്പന്നരാക്കുക എന്നുള്ളതാണ്. സുവിശേഷത്തിന്റെ പങ്ക് വഹിക്കുക. ഇങ്ങനെ പല രീതിയിൽ കൂടെ നമുക്ക് ലഭിച്ച ആത്മീക സമ്പത്ത് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കും. ഒരു വിധവയായ സഹോദരി ഭണ്ഡാരത്തിൽ കാശിടുന്ന കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. ആൾക്കാരെല്ലാം വന്ന് ധാരാളം പണം വാരിയിട്ടു. അവർ വാരിയിട്ടത് അവർക്ക് ധാരാളം ഉള്ളതിന്റെ പങ്കാണ്. ഇട്ടത് ശരിയാ, ഇട്ടത് നല്ലതാ, ദൈവം അംഗീകരിക്കുകയും ചെയ്തു. ഒരു കുറ്റം ദൈവം പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു സ്ത്രീ ഇട്ടത് 2 കാശാ. അവിടെ 2 കാശിട്ടത് 20 കാശിന്റെ ദശാംശമല്ല, അവിടെ ഉപജീവനം മുഴുവനുമാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ സാധനം എടുക്കാൻ കാശില്ല, അവൾ മുഴുവൻ ഇട്ടിട്ട് പോയി. അതാ കർത്താവ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്നാ? അവള് ഈ ഇട്ടവരെക്കാളൊക്കെ സമ്പന്നയാണ്. അവർക്ക് ബാലൻസ് ഇല്ല, മറ്റവർക്ക് ബാലൻസ് ഉണ്ട്. അവർ ധനത്തിൽ നിന്ന് അവരിട്ടു. അത് തെറ്റല്ല, ദൈവം അംഗീകരിച്ചു. അവളിട്ടത് അങ്ങനെയല്ല, അവളിട്ടത് മുഴുവനും ഇട്ടു. അപ്പോ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ കൊടുക്കുന്നു, എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് മനോഭാവത്തെ ആശ്രയിച്ചാണ് നമ്മൾ സമ്പന്നരാണോ ദരിദ്രരാണോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ തന്നെ മുൻപോട്ട് പോകാം. ഒരു മനുഷ്യൻ കർത്താവിനോട് വന്ന് പറഞ്ഞു, ഞാൻ ധാരാളം എനിക്ക് കൃഷിയുണ്ട്, കൃഷിയൊക്കെ വളഞ്ഞു, ഞാൻ കളപ്പുരയൊക്കെ പൊളിച്ച് പണിത് എല്ലാം കൂട്ടിവെച്ച് തിന്നുക കുടിക്കുക ആനന്ദിക്കാന്ന് പറയും. കർത്താവ് പറഞ്ഞു, മൂഢ, ഈ രാത്രി നിന്റെ ആത്മാവിന് ചോദിച്ചാൽ ഒരിക്കൽ വെച്ച് ആർക്കാവും. എന്നിട്ട് വാക്യമുണ്ട്, എന്നറിയാമോ?
ദൈവ വിഷയമായി സമ്പന്നൻ ആകാത്തവന്റെ സ്ഥിതി ഇതാണ്. ലൂക്കോസ് 12 ലൂക്കോസ് 12 ദൈവ വിഷയമായി സമ്പന്നൻ. അപ്പോ ഇവിടെ പറയുന്നത് സ്മൃതി സഭയോട് പറയുക, നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. എന്നിട്ട് പറയുന്നു നീ സമ്പന്നനാണ്. ലോകം പറയും, മറ്റൊരു പറയും, ബന്ധുക്കാർ പറയും, സ്വന്തക്കാർ പറയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാ. പക്ഷേ കർത്താവ് പറയും നമ്മൾ സമ്പന്നരാ. അതിന്റെ ആശയം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കാം. നമുക്കിനി മുൻപോട്ട് പോകാം. ഒരു ക്ലാസ്സിൽ തന്നെ ഓരോ സഭയുടെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നത്. 9ാമത്തെ വാക്യത്തിൽ പിന്നെ പറയുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞു. യഹൂദരല്ലാതിരിക്കെ, യഹൂദന്മാരെന്ന് പറഞ്ഞ സാത്താന്റെ പള്ളിക്കാരോട് ദൂഷണം. എന്താ പറയുന്നറിയാമോ? യഹൂദന്മാർ തന്നെയാണ്. ഇവർക്ക് യഹൂദന്മാർ ദുഷിക്കപ്പെട്ട് വന്നവരുടെ ഉണ്ടല്ലോ. യഹൂദന്മാരിൽ നല്ലൊരു പങ്ക് ഇവർക്കെതിരാണ്. ഇവരെ ദുഷിക്കുക, ദുഷിച്ചു പറയുക, കളിയാക്കുകയൊന്നുമല്ല, പരിഹസിക്കുക മാത്രമല്ല, ദുഷിച്ചു പറയാം. ദൈവദൂഷണത്തിന് ഉപയോഗിക്കുന്ന വാക്ക് അവിടെ പറഞ്ഞേക്കുന്നു. അത്രമാത്രം മോശമായിട്ട് ഇവരോട് ഇടപെടുന്നു. അതിന് അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത് അവർ യഹൂദരുമല്ല, അവർ സാത്താന്റെ പള്ളിക്കാരാണ്. ദ സിനഗോഗ് ഓഫ് ദ സൈറ്റൻ എന്ന് പറഞ്ഞേക്കുന്നത്, സാത്താന്റെ പള്ളിക്കാരൻ. അങ്ങനെ പറയാനുള്ള കാരണം ഒരല്പവാക്യം ഇങ്ങനെ പറയാം. സാക്ഷാൽ യഹൂദൻ എന്ന് പറയുന്നത് ആരാ എന്ന് വായിച്ച് റോമാലേഖനം 2-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവിടെ പൗലോസ് പറഞ്ഞു സാക്ഷാൽ യഹൂദൻ ആരാണ് എന്നുള്ളത്. റോമർ 2:28-29. പുറമെ യഹൂദനായാലും യഹൂദനല്ല, പുറമെ ജനത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന എത്ര പരിച്ഛേദന. മനസ്സിലായോ? അവന് ദൈവത്താൽ പുകഴ്ച ഉണ്ടാകും. ഇവിടെ വായിക്കുന്നത് യഹൂദൻ എന്ന് പറഞ്ഞാൽ ആരാ? പൗലോസ് പറയാണ് ഈ പുറമെ ഞാൻ യഹൂദന, ഞങ്ങൾക്ക് പ്രമാണമുണ്ട്, ഞങ്ങൾക്ക് സിനഗോഗുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് യഹൂദൻ. പുറമെയുള്ള പരിച്ഛേദനയല്ല, അകമയുള്ള ഹൃദയ പരിച്ഛേദന ഏറ്റവുമാണ് യഥാർത്ഥ യഹൂദൻ. ജൂഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പുകഴ്ച എന്ന, പ്രൈസ്, പുകഴ്ച. യഹൂദൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പുകഴ്ച എന്ന, പുകഴ്ച. ആ പുകഴ്ച ഉണ്ടാകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവന് മാത്രമേ ദൈവത്തെ പുകഴ്ത്തുവാൻ സാധിക്കത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടവന് മാത്രമേ ദൈവത്തിൽ നിന്ന് പുകഴ്ച ഉണ്ടാകത്തുള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ യഥാർത്ഥ യഹൂദനാരാ? യഥാർത്ഥ പുകഴ്ച ആർക്കാ? രക്ഷിക്കപ്പെട്ടവർക്ക്, ഹൃദയ പരിച്ഛേദന ഉള്ളവർക്ക്. ഇവരെ സംബന്ധിച്ച് പേര് കൊണ്ട് യഹൂദന, സ്വഭാവം കൊണ്ട് യഹൂദനല്ല. എന്ത് ചെയ്യുക? ദുഷിക്കുക, ദൈവമക്കളെ ദുഷിക്കുക. അവന്റെ പേരിന്റെ അർത്ഥം എന്തുവാ? പുകഴ്ച. പ്രവൃത്തി എന്തുവാ? ദുഷിക്കുക. രണ്ടു തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാണ് കർത്താവിന്റെ വിഷമം. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദുഷിക്കുന്ന ആൾക്കാരെ നിനക്കുണ്ട്. അത് എനിക്കറിയാം, നീ വിഷമിക്കണ്ട എന്നവരോട് പറയുക. ഇത് നമ്മുടെ രണ്ട് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ കണ്ടിട്ടും നമ്മുടെ ചില തീരുമാനങ്ങൾ അറിഞ്ഞിട്ടും നമ്മൾ യോഗ്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും നമ്മളെ ദുഷിക്കുന്നവരോ പഴിക്കുന്നവരോ കാണും. നമ്മളത് കാര്യമാക്കണ്ട, പ്രതികരിക്കാൻ പോകണ്ട. പ്രതികരിക്കാൻ പോയാൽ ഒരു കാരണവശാലും സ്വസ്ഥത ഉണ്ടാകത്തില്ല നമുക്ക്. അതുകൊണ്ട് അത് വിട്ടേരും. രണ്ടാമത്തെ കാര്യം, നമ്മൾ വിശ്വാസികളാണ്, വിശ്വാസം ജീവിക്കണം, വിശുദ്ധന്മാരാ, വിശുദ്ധിയോട് ജീവിക്കണം, ദൈവമക്കളാ, ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തണം, സ്വർഗീയ പൗരന്മാരാ, ആ സ്റ്റാൻഡേർഡ് ഇവിടെ പുലർത്തണം. ദുഷിക്കുക എന്ന വാക്ക്, ദുഷിക്കുക എന്ന പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ആരെയും ദുഷിക്കരുത്. ആരുടെയും ദുർവർത്തമാനം പരത്തി നടക്കരുത്. പലരും സഹോദരന്മാരോ കുടുംബങ്ങളോ സഹോദരോ ഒക്കെ കുറവുള്ളവരും കുറ്റമുള്ളവരും ഒക്കെ കാണുമായിരിക്കാം. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ കഴിയുമെങ്കിൽ അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. പറ്റുമെങ്കിൽ അവരെ കണ്ടോ വിളിച്ചോ കാര്യങ്ങൾ അന്വേഷിക്കുക, വ്യക്തമായിട്ട് കാര്യം ബോധ്യപ്പെടുക. മറ്റൊരുത്തോട് പറയേണ്ട കാര്യമില്ല, പറയണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അത് ദൂഷണമാണ്, ദൂഷണം. നമ്മൾ വിളിച്ചിരിക്കുന്ന അതിനല്ല. നമ്മൾ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാ, സ്തുതി കരയറ്റാനാ, ബഹുമാനം കരയറ്റാനാ, നന്ദി പറയാനാ, സ്തോത്രം പറയാനാ. ഈ വായിൽ നിന്ന് തന്നെ മറ്റൊരുത്തരെ ദുഷിക്കുന്ന കാര്യം വരാൻ പാടില്ല. ഈ ദൂഷണം എന്ന് പറയുന്നത് ആരുടെ സ്വഭാവമാണെന്നറിയാമോ? പിശാചിന്റെ സ്വഭാവമാണ്. ദൂഷകൻ എന്ന് തന്നെ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെക്കുറിച്ച് ദൂഷണം പറയുന്നുവെന്ന് വെളിപ്പാട് 12 പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെക്കുറിച്ച് ദൂഷണം പറയുന്നു. അപ്പോൾ പിശാചിന്റെ സ്വഭാവമാണ് ദൂഷണം പറയുക എന്നുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അവന്റെ കയ്യിലെ ആയുധമായിട്ട് തീരരുത്.
നാം വായിക്കുന്നു സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ വായിക്കണ്ട, പുരോഹിതൻ ദൈവാലയത്തിനകത്ത് നിൽക്കുമ്പോൾ സാത്താൻ അടുത്ത് നിന്ന് കുറ്റം പറയുക. എന്തെന്നറിയാൻ പറയുന്നത്? പുരോഹിതന്റെ വസ്ത്രം മുഷിഞ്ഞാണ്, പുരോഹിതന്റെ വസ്ത്രത്തിൽ അല്പം അഴുക്കുണ്ടെന്ന്. അഴുക്കുള്ള വസ്ത്രം ഇടാൻ പാടില്ല, അതവിടെ നിൽക്കട്ടെ. ഇവന്റെ ജോലി എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറയാനാണ്. അവനെ സാധിച്ചു. എന്നിട്ട് പുരോഹിതനോട് പറഞ്ഞു, നീ വിശുദ്ധമായിട്ട് നല്ല വസ്ത്രം ധരിച്ച് വരണം. അപ്പോൾ ഒരവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല, ഒരവസരം കിട്ടിയാൽ ദൂഷണം പറയാനും പാടില്ല എന്ന് പറഞ്ഞതിന്റെ ആശയം. ഇനി സാത്താന്റെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. ഒന്നാമത്തേത്, കർത്താവിന്റെ കൂടെ നടന്ന് അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, പ്രസംഗം കേട്ടു, വചനം പഠിച്ച ഒരു മനുഷ്യനാണ് പത്രോസ്. കർത്താവ് ഇങ്ങനെ പരവാശം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, എന്നെ സിനിമ ചെല്ലുമ്പോൾ ബപ്പന്മാരെ പടയാളികൾ പിടിക്കും, എന്നെ അവർ കൊല്ലും, എന്നെ അവർ ക്രൂശിക്കും, എന്നെ അടക്കും, ഞാൻ എഴുന്നേക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നിനക്കങ്ങനെ ഭവിക്കരുത്. ഇവിടെ കർത്താവ് വന്നതിനല്ലേ, നിനക്കങ്ങനെ ഭവിക്കുന്നു പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ട് ഓ. മനസ്സിലായോ? അപ്പം നല്ല കാര്യം ചെയ്യാൻ വരുമ്പം, ആത്മകാര്യം ചെയ്യാൻ വരുമ്പം അതിനെ തടസ്സപ്പെടുത്തുക. ഞാൻ വേറെ വാക്കൊന്നും പറയുന്നില്ല, തടസ്സപ്പെടുത്തുക. ആ തടസ്സപ്പെടുത്തുന്ന ആരുടെ ജോലിയാണ്? അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കാര്യമേ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ കർത്താവ് അന്ന് ഉള്ള കാര്യം മഹത്വമൊക്കെ പറഞ്ഞു, സാത്താൻ എന്നെ വിട്ടു പോകുന്നു പറഞ്ഞു. അനന്യാസ സഭയിലെ ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും നമുക്കറിയാം. ആദ്യ നൂറ്റാണ്ടിലെ സഭയിലെ വളരെ സന്തോഷമായിട്ട് പോകുന്ന സമയത്ത് ജനങ്ങളൊക്കെ അവരുടെ വസ്തുവകളൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വീടും വസ്തുവൊന്നും വേണ്ട, ഞങ്ങൾ എങ്ങനെ ജീവിച്ചു നോക്കണം, കർത്താവ് വരാറായില്ലേ, ഉള്ളത് ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്തു. അതൊരു പ്രമാണമല്ല, സഭയുടെ തീരുമാനമല്ല. അന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തു കണ്ടപ്പോൾ ഇവർക്കും ഒരു താല്പര്യം, എന്താ, നമുക്കും ചെയ്യാം. ഇവരും വിറ്റു, വസ്തു വിറ്റിട്ട് കുറെ എടുത്ത് മാറ്റി വെച്ചിട്ട് കൊണ്ടു കൊടുത്തു. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കും, ഇവർ ഭക്തന്മാരാ, വസ്തു വിറ്റ കാശെല്ലാം ഇവിടെ കൊണ്ടുവന്നു. കൊടുക്കുകയും വേണം, കുറെ സൂക്ഷിക്കുകയും വേണം, ഭക്തി വെളിപ്പെടുത്തുകയും വേണം. ഇതെല്ലാം കൂടെ സഭയെ പറ്റത്തില്ല. പത്രോസ് ചോദിച്ചു, അനന്യാസ് ഇത് മുഴുവൻ തുക ഉണ്ടോ? ഉണ്ട്. അപ്പോഴേ തീർന്നു. അടുത്ത ആൾ വന്നു, സഹോദരേ ഇത് മുഴുവൻ തുകയുണ്ടോ? ഉണ്ട്. അപ്പോഴേ തീർന്നു. 2 പേരും മരിച്ചു, 2 പേരെ അടക്കി. പിന്നെ വായിക്കുന്നത് സഭയിൽ മഹാഭയമുണ്ടായി. പിന്നെ ഇന്ന് വരെ കള്ളം പറഞ്ഞത് ആരും മരിച്ചിട്ടില്ല. എന്താ മരിക്കാത്തറിയാമോ? എന്താ മരിക്കാത്തേ? സഭയിലാരും കാണത്തില്ല. സഭയിലാരും കാണത്തില്ല. ഉപദേശമാർക്ക് അടക്കമടക്കം നടക്കാൻ സമയം കാണത്തുള്ളൂ. അന്ന് ഒരു സാമ്പിളായിട്ട് കാണിക്കുന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും കേട്ടോ, ഇങ്ങനെ ചെയ്യാൻ കഴിയും. ഞാൻ ആ വാക്ക് പറഞ്ഞത്, അവിടെ പത്രോസ് ചോദിച്ചു, ഈ പണമെല്ലാം നിന്റെ കയ്യിലിരിക്കെ നിന്റെ ഹൃദയം സാത്താൻ കൈവശമാക്കുവാൻ നീ അനുവദിച്ചത് എന്ത്? ചോദ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 5:3 സാത്താനിന്റെ ഹൃദയം കൈവശമാക്കി. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ അങ്ങനെ എന്തുമാത്രം സഭയ്ക്ക് കൊടുക്കണം, സുവിശേഷകർക്ക് കൊടുക്കണം, പാവങ്ങൾ കൊടുക്കണം, സഭകളിലേക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന നമ്മളാണ്. കൃത്യമൊന്നും കണക്കൊന്നും പറഞ്ഞിട്ടില്ല പുതിയ നിയമത്തിൽ. ഉണ്ടോ? ഇല്ല. എത്രമാത്രം കൊടുക്കാമോ അത്രമാത്രം കൊടുത്തു. പക്ഷെ കൊടുക്കുന്നിടത്ത് കാപട്യം കാണിക്കല്ലേ. ഞാൻ നിലവാരം വേണ്ട, ഞാൻ കൊടുത്തു, ഞാൻ ചെയ്തു, ഞാൻ അത്രമാത്രം കൊടുത്തു എന്നൊന്നും പറയാനാണ് കൊടുക്കണ്ട. തമ്പുരാൻ അനുവദിക്കത്തില്ല. അതെല്ലാം പൈശാചിക സ്വഭാവമാണെന്ന പറഞ്ഞതിന് സാരം. ഇങ്ങനെ പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ പിശാചിന്റെ പിടിയിൽ പെട്ടുപോകാൻ സാധ്യതയുള്ളത് പറയാനുണ്ട്. അത് നമ്മുടെ ജോലിയല്ല. സാത്താന്റെ പള്ളിക്കാരെന്ന കർത്താവ് കഠിനമായ വാക്ക് യഹൂദന്മാരുടെ പള്ളിക്ക് ഉപയോഗിച്ചത് അന്നത്തെ കാലത്ത്. അത് ഓർക്കണം. അപ്പൊ നമ്മൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 10ാമത്തെ വാക്യത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10ാമത്തെ വാക്യം. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. ഈ സാധാരണഗതിയിൽ ഇങ്ങനൊരു വാക്കല്ല ഈ സഭ പ്രതീക്ഷിച്ചത്. ഏതാ കഠിനമായ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ ദൂഷണം കേൾക്കുന്നു, ദാരിദ്ര്യം ഉടലെന്ന് പറയുന്നു, അങ്ങനെ പല ബുദ്ധിമുട്ടും ഇവർ അനുഭവിക്കുന്നു. അന്ന് ചക്രവർത്തിമാരുടെ പീഡനവും വേദന അനുഭവിക്കുന്നു, ശാരീരിക ദണ്ഡനം അനുഭവിക്കുന്നു, സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്നു. ഈ സമയത്ത് നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ടെന്ന് പറയുന്നേ. ഒരാശ്വാസവാക്ക് വേറെ അവർ പ്രതീക്ഷിക്കുന്നത് എന്തുവാ? അത് സാരമില്ല കേട്ടോ, ഞാൻ സഹായിക്കാം എന്ന് പറയുമെന്നൊക്കെയാ ഇവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞ എന്തുവാ? നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം, ഒന്നാമത് പേടിക്കണ്ട എന്ന് പറയാൻ കഴിവുള്ളത് കർത്താവ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്, ഒരു കാര്യം സഹിക്കുവാനായിട്ട് അങ്ങോട്ട് കർത്താവ് തന്നാൽ, വഹിക്കുവാനായിട്ട് കർത്താവ് തന്നാൽ അതിന് കർത്താവ് മാറ്റം വരുത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോ എനിക്ക് ഒരു മാസം ഒരു പ്രത്യേക കഷ്ടതയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ദൈവത്തിന്റെ പദ്ധതിയിലുണ്ടെന്ന് വിചാരിക്കുക. അതങ്ങോട്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനങ്ങോട്ട് പ്രാർത്ഥിക്കുക, സഹോദരന്മാരെ വിളിച്ച് പറയുക, എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാകാനായിട്ട്
പ്രാർത്ഥിക്കണം. പരിഹാരം ഉണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നുണ്ടാവുന്നു. ഒരു മാസത്തെ പദ്ധതി ദൈവത്തിലുണ്ട്. ആ ഒരു മാസം കൊണ്ട് എന്നെ ചില പാഠങ്ങൾ പഠിപ്പിക്കാനുണ്ട്. എന്നെ താഴ്ത്താൻ, എന്നെ വിനയപ്പെടുത്താൻ, എന്നെ കുറവ് കണ്ടുപിടിപ്പാൻ പല കാര്യങ്ങളും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഉദ്ദേശം നിവർത്തിക്കാതെ ധൃതി വെച്ച് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടാക്കത്തില്ല. ഉണ്ടാക്കിയാൽ ആ വിഷയം ദൈവം അനുവദിച്ച പിരിവിലുള്ള ദൈവത്തിന്റെ പദ്ധതി നിറവാകാതെ വരും. എന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെയും വരും. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ സഹിപ്പാനുള്ളത് അവനറിയാം. സഹിപ്പാനുള്ളവനറിയാം. ആ സമയത്തിന് മുമ്പ് അവനൊന്നും ചെയ്യത്തില്ല. അതുവരെ നാം കർത്താവിന് വേണ്ടി മുൻപോട്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. 2-3 പേരുടെ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, യോഹന്നാൻ സ്നാപകന്റെ കാര്യമാണ്. യോഹന്നാൻ സ്നാപകനെ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത്. കർത്താവിനെ പരിചയപ്പെടുത്തി, കർത്താവിനെ സ്നാനപ്പെടുത്തി, അതൊക്കെ ചെയ്തിട്ട് തന്റെ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹെരോദാവിനെതിരെ സംസാരിച്ചതുകൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടുന്ന് ഉടനെ ഒന്നും പുറത്തിറങ്ങാൻ സാധ്യതയില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ താൻ ചില ആൾക്കാരെ വിട്ടു, ശിഷ്യന്മാരെ വിട്ടു. യേശുവിനോട് ചോദിക്കുക, നീ തന്നെയാണോ മസിഹ, അതോ ഞങ്ങൾ വേറെ കാത്തിരിക്കണോ? ഇദ്ദേഹം നേരത്തെ എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ ആരെ സ്ഥാനപ്പെടുത്തുന്നുവോ, ആരുടെ ആത്മാവ് വരുന്നുവോ അവൻ തന്നെ മസിഹ. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിൽ സ്ഥാനപ്പെടുത്തുന്നതേ ഉള്ളൂ, അവൻ നിങ്ങളെ ആത്മാവിൽ സ്ഥാനപ്പെടുത്തും. യേശുക്രിസ്തു ആണെന്ന് വ്യക്തമായിട്ട് പ്രസംഗിച്ചൊരു മനുഷ്യനാണ്. ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ആകെപ്പെട്ട കൺഫ്യൂഷൻ. ഇവൻ തന്നെയാണോ? എന്താ കാരണം എന്നറിയാമോ? എന്താ കാരണം? ഞാൻ ഇദ്ദേഹത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി, ഇദ്ദേഹത്തെ സ്നാനപ്പെടുത്തി, അങ്ങോട്ട് പരിചയപ്പെടുത്തി, ലോകത്തിന്റെ പാപജീവക്കും ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എന്നെ കാണാൻ പോലും ഒന്ന് വന്നില്ല, എന്നെ വിടുവിക്കുവാനും വന്നില്ല. അതുകൊണ്ട് സംശയം വന്നു. വിടുവിക്കത്തില്ല. എന്താ ഒരു കാരണം? ആ ജയിലിൽ പോയ പോക്ക് പിന്നെ യോഹന്നാൻ വെളി വന്നോ? ഇല്ല. തല അറുത്ത് മാറ്റി, ശരീരം മാത്രമാണ് അവൻ അടക്കിയത്. കർത്താവിന് അറിയത്തില്ലയോ യോഹന്നാൻ ഇങ്ങനെ സംഭവിക്കുമെന്ന്? അവൻ സർവജ്ഞാനിയാണ്. മറിയയുടെ മകൻ മാത്രമല്ല, യേശു മാത്രമല്ല, ക്രിസ്തുവാ. സർവജ്ഞാനി ആയതുകൊണ്ട് അവനറിയാം യോഹന്നാൻ ശുശ്രൂഷ അവസാനിച്ചു, ജയിലിൽ കിടന്ന് അവന്റെ കാര്യം കഴിയും. കർത്താവ് എന്ത് ചെയ്തു? യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് പ്രസംഗിക്കുക. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ, മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുക. തന്റെ പ്രസംഗം താൻ ആരംഭിച്ചു. അതുവരെ പ്രസംഗം ആരംഭിച്ചായിരുന്നോ? ഇല്ല. അപ്പോ യോഹന്നാന്റെ കാര്യം കഴിഞ്ഞുവെന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് ഇറക്കാൻ പോയില്ല. പോയോ? ഇല്ല. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ പത്രോസ് തടവിലായി, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇറക്കിയോ? ഇറക്കി. രാത്രിത്തന്നെ ഇറക്കി, ദൂതനെ വിട്ട് ഇറക്കി. കാരണം എന്നാ? പത്രോസിനെ കൂടി പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പത്രോസ് ശുശ്രൂഷ നിരച്ചില്ല, ലേഖനം എഴുതിയില്ല, പല കാര്യം ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവനെ ഇറക്കി. കാര്യം പിടി കിട്ടിയല്ലോ. അപ്പൊ കർത്താവിന് അറിയാം കഷ്ടത എത്ര നാളാ, രോഗം എത്ര നാളാ, പ്രതികൂലം എത്ര നാളാ. അതിനു മുമ്പ് ഒന്നും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട, നടക്കത്തില്ല. കർത്താവ് പറയുന്നത്, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, ഞാൻ അനുഭവിച്ചതാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ട്. പൗലോസ് എത്ര നല്ലൊരു മനുഷ്യനായിരുന്നു. കർത്താവിനോട് വളരെ അധ്വാനിച്ചു. തനിക്ക് രോഗമുണ്ടായി. ആ രോഗം, ശരീരത്തിലെ പ്രയാസം നീങ്ങിപ്പോകാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. രോഗം മാറ്റിയോ? ഇല്ല. എന്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞു. എന്താ മാറ്റിക്കൊടുക്കാത്തത്? അത് മാറ്റാൻ ആവശ്യമില്ല. കാരണം പൗലോസിന്റെ ജീവിതത്തിൽ ഒരല്പ നിഗളം ഉണ്ടായി. ഞാൻ പറയുന്നത് നിങ്ങൾ സംബന്ധിച്ചൊന്നും അറിയത്തില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കെ 2 കൊരിന്ത്യർ 12-ാം അധ്യായം, അവിടെ ആ വിഷയമുള്ളത്. 3 പ്രാവശ്യം പൗലോസ് നിഗളിച്ചായിട്ട് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. താൻ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ശാന്തമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ അത് പറയാനുള്ള സൗകര്യമില്ല. അതിനൊന്ന് ഒതുക്കണമെങ്കിൽ എന്ത് വേണം? ഈ രോഗം വേണം. ഇത് മാറ്റിക്കൊടുത്താൽ പറ്റത്തില്ല. അപ്പൊ കർത്താവിന്റെ പദ്ധതി അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പേടിക്കണ്ട, ഇനി സഹിപ്പാനുള്ളത് പേടിക്കണ്ട. എന്നാൽ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എത്ര സാഹചര്യം നമുക്ക് മോശമാണെങ്കിലും അത് എന്തുമാകട്ടെ, ഒരു വാക്കുണ്ട്, തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന്, കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തോളം കാഴ്ചയില്ല. എപ്പോഴും 24 hours തുറന്നിരിക്കുന്ന സ്ഥലമാണ് കൃപാസനം. അത് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിനാണ്. നാളെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുവാൻ പോകുന്ന അപകടത്തിന് ഇന്ന് കൃപ ലഭിക്കുമോ? ഇല്ല. ലഭിക്കുമോ? ഇല്ല. നാളെ വരാൻ പോകുന്ന ഭൗതികമായ ദാരിദ്ര്യത്തിന് ഇന്ന് കൃപ ലഭിക്കുമോ? ഇല്ല. നാളെ കിട്ടത്തുള്ളൂ. അത് തക്ക സമയം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു വാഗ്ദാനം ബൈബിളിലുണ്ട്. കർത്താവ് ഇങ്ങനെ എപ്പോഴും നമുക്ക് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക. അവിടെ ആരൊക്കെ ചെന്നാലും, എത്ര പേര് പ്രാർത്ഥിച്ചാലും, എത്ര ആവശ്യങ്ങൾ പറഞ്ഞാലും, ആരുടെയും ആവശ്യം
അവിടെ സന്ധിക്കാതെ പോകത്തില്ല, കൊടുക്കാതെ പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ കർത്താവിനെ ആശ്രയിക്കാം. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. പിന്നെന്താ പറഞ്ഞിരിക്കുന്ന 10ാമത്തെ വാക്യത്തിൽ? പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കും. പിശാചിന് ദൈവമക്കളെ തടവിലാക്കാനുള്ള അധികാരമുണ്ടോ? ഇത് കർത്താവ് പറഞ്ഞു നോക്കണം. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, 1 ലേഖനം 2-ാം അധ്യായത്തിൽ, നിങ്ങൾ കരുണ ലഭിക്കാത്തവർ ഇപ്പോൾ കരുണ ലഭിച്ചവർ, ജനമല്ലാത്തവർ ഇപ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനം. ഇപ്പൊ നമ്മളാരാ? സ്വന്തം ജനമാണ്. അത് ഒരു കാര്യം. പൗലോസ് പറഞ്ഞു എഫെസോസിലെ മൂപ്പന്മാരോട്, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച തന്റെ സഭ. അപ്പൊ നമ്മളാരാ? ക്രിസ്തുവിന്റെ സമ്പാദ്യമാണ്. സമ്പാദ്യം 1 തന്റെ ജനമാണ്, 2 ക്രിസ്തുവിന്റെ സമ്പാദ്യമാണ്. ഇനി ഇയ്യോബിനെ കുറിച്ച് സാത്താൻ സംസാരിക്കുമ്പോൾ ഇയ്യോബിന്റെ കർത്താവ് ഒരു കാര്യം ചോദിച്ചു, എന്റെ ദാസന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു അല്ലേ? എന്റെ ദാസന്റെ മേൽ 3 കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കണം. 1 നമ്മൾ സ്വന്തം ജനമാണ്, 2 ക്രിസ്തുവിന്റെ സമ്പാദ്യമാണ്, 3 ദൈവത്തിന്റെ ദാസിദാസന്മാരാണ്. ഇവരെയാണ് പിശാചിപ്പം പരീക്ഷിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കണമെങ്കിൽ, സാധിക്കണമെങ്കിൽ നമ്മുടെ ഉടമസ്ഥനായ തമ്പുരാൻ അനുവദിക്കണം. പിശാചിനെ പുറകെ അടക്കുമായിരുന്നു ഇയ്യോബിന്റെ കാര്യത്തിൽ. നമുക്കറിയാവുന്ന ചരിത്രം. കർത്താവ് പറഞ്ഞു, ഒക്കോ, നീ അവനെ എന്ത് പണി ചെയ്തു? അവസാനം പറഞ്ഞു, നീ അവനെ എന്ത് പണി ചെയ്തു? അവൻ ജീവനെ മാത്രം കൊണ്ടുപോയി. തമ്പുരാൻ അനുവദിക്കാതെ പിശാച് യാതൊരു കാര്യവും ചെയ്യത്തില്ല. ഇവിടെ പറയുന്നത്, നീ സഹിക്കുന്നത് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിശാച് നിങ്ങൾ ചിലരെ ബന്ധനത്തിലാക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ, ഞാൻ അനുവദിച്ചിട്ട് എന്റെ അനുവാദത്തിലൂടെ സാത്താൻ ചെയ്യുന്നു എന്ന പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സാത്താന് നമ്മുടെ മേൽ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ, കർത്താവ് കൊടുത്താൽ അധികാരമുണ്ട്. കർത്താവ് കൊടുക്കുമെന്ന് ചോദിച്ചാൽ കർത്താവ് കൊടുക്കും. എപ്പോഴെന്നറിയാമോ? കർത്താവ് എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ. എന്തായിരുന്നു പ്രശ്നം? പൗലോസിന്റെ ജഡത്തിലെ ശൂലം സാത്താനെ തന്നെ, അങ്ങനെ വായിക്കുന്നത്, സാത്താനെ തന്നെ കുത്തേണ്ടത്, സാത്താനെ തന്നെ, സാത്താൻ അനുഭവിച്ചതാണ്. പൗലോസ് വിജയിച്ചു, അക്കാര്യത്തിൽ വിജയിച്ചു, ദൈവനാമം മഹത്വപ്പെട്ടു. ഇയ്യോബിനെ സാത്താനെ വിട്ടു, അനുഭവിച്ചു, ചെയ്തോളം പറഞ്ഞു. ദൈവനാമം മഹത്വപ്പെട്ടോ? ദൈവനാമം മഹത്വപ്പെട്ടു. ശാന്തമായിട്ടിരിക്കും, വായിച്ചു നോക്കിക്കോ. ഇയ്യോബിന്റെ പുസ്തകം 1-2 അധ്യായത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ എന്റെ ദാസനായ ഇയ്യോബെന്ന്. അവസാന അധ്യായത്തിൽ 4 പ്രാവശ്യം എന്റെ ദാസനായ ഇയ്യോബ്. ദാസൻ എന്നും ദാസനാണ്, അവൻ മാറ്റമൊന്നും വന്നില്ല. ദൈവത്തിന് അവനെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് യാതൊരു മടിയില്ലായിരുന്നു. തുടക്കത്തിലും ഒടുക്കത്തിലും അവൻ ഒരുപോലെ നിന്നു. കാരണം എന്നാ? ദൈവം അനുവദിച്ചതായതുകൊണ്ട്. അപ്പോൾ പിശാചിനെ ദൈവം അനുവദിക്കും എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ആശയം. ഇനി എത്ര നാളത്തേക്ക് നോക്കിക്കുക അവിടെ പറഞ്ഞേക്കുന്നത്? പിശാചിന് 10 ദിവസം അല്ലേ? 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടായി. ഈ 10 ദിവസം എന്ന് പറയുമ്പോൾ അതിന്റെ പല ആശയങ്ങളും അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ പറയാറുണ്ട്. ഞാൻ സാധാരണ എന്റെ വ്യക്തിപരമായ അഭിപ്രായം മനസ്സിലാക്കിയതും സത്യമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുക, പല അഭിപ്രായങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ. ബൈബിളിൽ നമുക്ക് ഈ 10 എന്ന സംഖ്യയ്ക്ക് ചില തെളിവുകളുണ്ട്. അതായത് ഇസഹാക്കിന് പെണ്ണ് കാണാനായിട്ട് എലിയാസാർ പോയപ്പോൾ ലാബാന്റെ വീട്ടിൽ പോയി സംസാരിച്ചു. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഒരു വാക്കുണ്ട്, ബാല ഞങ്ങളുടെ കൂടെ 10 ദിവസം നിൽക്കട്ടെ. ഉൽപ്പത്തി 24:55, ജെനസിസ് 24:55. ബാല പെൺകുട്ടി ഞങ്ങളുടെ കൂടെ 10 ദിവസം നിൽക്കട്ടെ. പിന്നെ ദാനിയേലിന്റെ പ്രവചനം വായിക്കുമ്പോൾ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരെ, നെബൂഖദ്നേസറിന്റെ ആൾക്കാരൊക്കെ പറഞ്ഞ് അവിടുത്തെ രാജാവ് പറഞ്ഞു അവർക്ക് രാജാവിന്റെ ഭോജനവും രാജാവ് കുടിക്കുന്ന പാനീയവും കൊടുത്ത് അവർക്ക് നല്ല പരിശീലനം കൊടുത്ത് അവരെ യോദ്ധാക്കളാക്കി മാറ്റാൻ പറഞ്ഞപ്പോൾ ദാനിയേൽ പറഞ്ഞു അവരുടെ മേലധികാരികളോട്, രാജാവിന്റെ ഭോജനം ഞങ്ങൾക്ക് വേണ്ട, ആ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ശാഖപദാർത്ഥം തന്നാൽ മതി, ഒരു 10 ദിവസം ഞങ്ങളെ ഒന്ന് പരിശോധിക്കും. ദാനിയേൽ ചാപ്റ്റർ 1 അവിടെ 10 ദിവസമുണ്ട്. അപ്പൊ ഈ എന്തോ അതിന്റെ ആശയം? 10 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യായമായിട്ട് ഊഹിക്കാം, ഒരു കുറഞ്ഞ ഒരു കാലയളവ്. ഒരു കുറഞ്ഞ കാലയളവിന് നമ്മൾ പറയുന്ന വാക്കാണ് 10 ദിവസം. അങ്ങനെ കൂടിയ കാലയളവിന്റെ എന്തോ അർത്ഥം, വാക്കെന്തുവാ? 10,000. ഓർമ്മയുണ്ടല്ലോ, ഉത്തമഗീതത്തിൽ പറയുന്നു 5-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് 10,000ങ്ങളിൽ ഈ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരിക്കൽ ചിരിച്ചുപോയി. അതായത് ഈ 10,000 ശേഷം എന്ന് പറഞ്ഞാൽ 15,000 പേര് ശേഷം എന്ത് ചെയ്യും?
ആന്നു. പിന്നെ അങ്ങനെ പറയാൻ കാര്യം അതൊരു യൂസേജാണ്, ഒരു പദപ്രയോഗമാണ്. 10 എന്നുള്ള വാക്യം ഏറ്റവും കുറഞ്ഞ ഒരു സംഖ്യയായിട്ടും 10,000 എന്നുള്ളത് കൂടിയ സംഖ്യയായിട്ടും. ഒരുത്തിന് 10,000 താലന്ത് കടമുണ്ടായിരുന്നു, അവന്റെ യജമാനൻ അതെല്ലാം ഇളച്ചു കൊടുത്തു അല്ലേ. അവരങ്ങോട്ട് ചെന്നപ്പോൾ അവന്റെ ഒരു കൂട്ടുകാരനെ കണ്ടു 100 താലന്തുള്ളവനെ അവനെ കൊങ്ങാൻ കയറി പിടിച്ചു. അപ്പൊ ഈ 10,000 പറഞ്ഞത് ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞാൽ പറയുന്ന വാക്ക് മാത്രമേ ഉള്ളൂ. പൗലോസ് പറഞ്ഞു കൊരിന്ത്യ വിശ്വാസികളോട്, അതായത് 1-ാം ലേഖനം 4-ാം അധ്യായത്തിലുണ്ട്, ഞാൻ നിങ്ങളെ ക്രിസ്തു യേശുവിൽ വീണ്ടും ജനിപ്പിച്ചത് ആത്മീയ പിതാവ് ഞാനാ. പക്ഷേ ഗുരുക്കന്മാർ എത്ര പേര് കാണും? 10,000 പേര് കാണും. 1 കൊരിന്ത്യർ 4-ാം അധ്യായം. ഗുരുക്കന്മാർ 10,000 പേര് കാണും, പക്ഷെ ഞാനാ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. അപ്പോൾ 10 എന്നുള്ളത് ഒരു ചെറിയ സംഖ്യയായിട്ടും 10,000 എന്നുള്ളത് ഒരു വലിയ സംഖ്യയായിട്ടും ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിന്റെ ആശയം നമുക്ക് അവിടെ തന്നെ തൽക്കാലം അങ്ങ് നിർത്താം. എന്നറിയാമോ? ഒരു കുറഞ്ഞ കാലയളവേ ഉള്ളൂ നിനക്ക് ഈ കഷ്ടത. സാത്താൻ നിങ്ങളെ 10 ദിവസം പരീക്ഷിക്കുമെന്ന് പറഞ്ഞതിന്റെ ആശയം ഒരു കുറഞ്ഞ കാലയളവ് മാത്രമേ നിങ്ങൾക്ക് കഷ്ടതയുള്ളൂ എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ ആശയം. ഇനിയും ഈ കുറഞ്ഞ കാലയളവെന്ന് പറയുമ്പോൾ കർത്താവിന് മനസ്സിലിരിക്കുന്ന എന്താ? നമ്മളോട് വളരെ ചുരുക്കം ദിവസമുള്ളൂ സോര എന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ വിചാരിക്കും 1 മാസമായിരിക്കും 2 മാസമായിരിക്കും. ഈ കർത്താവ് ഈ കുറഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ എന്തോ? പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിനെ സംബന്ധിച്ച് ഒരു ദിവസം 1000 സംവത്സരം പോലെയാണ്. 1000 സംവത്സരം ഒരു ദിവസം പോലെ. അപ്പൊ ഈ കുറഞ്ഞത് അല്ലെങ്കിൽ 10 എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് അറിയത്തില്ല. കർത്താവിന്റെ കണക്കിന് നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല എന്തുമാത്രം ഉണ്ടെന്ന്. പക്ഷേ ആശ്വാസവാക്കായി 10 എന്നുള്ളത് മനസ്സിലായോ? അത് തെളിവായിട്ട് 1-2 വാക്ക് വായിക്കാം. വായിച്ച് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ചാപ്റ്റർ 4:17, 4:17. അവിടെ ഈ സമയത്തെക്കുറിച്ച് നമ്മുടെ കഷ്ടത 10 ദിവസം അല്ലെ കുറഞ്ഞ കാലയളവേ ഉള്ളൂ എന്ന് പറയുന്നതിന്റെ ഒരു കാരണം പറഞ്ഞേക്കാം. ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം. 4 കാര്യമാണ്. അത്യന്തം അനവധി തേജസ് നിത്യഘനം. കഷ്ടത എത്ര നാളത്തേക്കാ? നൊടിന്ന് പറഞ്ഞാൽ എന്തോ ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? അതായി കുറഞ്ഞ കാലം ഇത്രേ ഉള്ളൂ. കിട്ടാൻ പോകുന്ന എന്തുവാ? അത്യന്തം അനവധിയായി നിത്യ തേജസ് ഘനം. അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് എന്ത് കുറഞ്ഞത്. ഒരു വാക്കോട് വായിച്ചാൽ അത് കുറച്ചുകൂടി മനസ്സിലാവും. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:6. അത് നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്ന തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയിരുത്തുമെന്ന്. അല്പനേരത്തേക്കായി കഷ്ടത. ഇനി വരുമ്പം വിശ്വാസത്തിന്റെ ശോധന വിലയിരുത്തുമെന്ന് അന്നാളിൽ അറിയും. അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ അതിന്റെ വലിപ്പവും ശ്രേഷ്ഠതയും പ്രതിഫലവും. അപ്പൊ അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ്, താരതമ്യപ്പെടുത്തുമ്പോഴാണ് അല്പകാലം എന്ന് പറയുന്നത്. ഏതാ? ഒരു 100 വർഷം ജീവിച്ചിരുന്ന് കഷ്ടവും വേദന അനുഭവിച്ചാലും വചനപ്രകാരം അത് അല്പകാലമാണ്. കാരണം എന്താ? ചെന്നെത്താൻ പോകുന്നത് 100 1000 വർഷമല്ല, നിത്യതയാണ്. നിത്യത എന്ന് പറഞ്ഞാൽ ഒരിക്കലും അന്തമില്ലാത്തത്. ഗ്രഹിക്കുവാൻ പോകുന്ന തേജസ് ഓർത്താൽ, പ്രതാപത്തോടുള്ള ജീവിതം ഓർത്താൽ, പ്രതിഫലം ഓർത്താൽ അത് വലിയതായതുകൊണ്ട് ഇത് ചെറുതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആ കാര്യത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ മുൻപോട്ട് പോകാം. സ്മൃണ സഭയോട് പറയുന്നത് പോലെ നമ്മളോട് കർത്താവ് അങ്ങനെ തന്നെ പറയുന്നു. ഇനി നമുക്ക് 10-ാം വാക്യം ഒന്നും നോക്കിയേ. 10-ാമത്തെ വാക്യം, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായ. ഈ തടവിലാക്കുന്നു എന്ന് പറയുമ്പോൾ, തടവിൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണ്. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയിട്ടുണ്ട് ആത്മീയമായിട്ട്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ധാരാളം വാക്കുകളുണ്ട്. നമ്മളെ അടിമത്തത്തിൽ വിടുവിച്ചതാണ്. എന്നാൽ ഈ പിശാചിന്റെ ജോലിയാണ് പിന്നെയും വിശ്വാസികളെ സ്വാതന്ത്ര്യമില്ലാതാക്കുന്നത്. പിശാചിന്റെ ജോലിയാണ്. ഞാൻ അതിന് തിരിച്ചു പറയാം. ഞാൻ മുഖാന്തരം, എന്റെ തെറ്റായ തീരുമാന മുഖാന്തരം, എന്റെ തെറ്റായ പ്രവൃത്തി മുഖാന്തരം, എന്റെ മോശമായ മനോഭാവം മുഖാന്തരം മറ്റൊരുത്തനെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ പാടില്ല. 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന് ജോസഫ്, പഴയ നിയമത്തിലെ സഹോദരന്മാരുടെ തെറ്റായ തീരുമാനം നിമിത്തം താൻ സ്വാതന്ത്ര്യമില്ലാത്തവനെ കുഴിക്കിടന്നു. പിന്നെ അവനെ അവിടുന്ന് വിറ്റു. ഒരു വീട്ടിൽ പോയി അടിമയായിട്ട് ജീവിച്ചു. ആ വീട്ടിലെ സഹോദരിയുടെ തെറ്റായ തീരുമാനം മുഖാന്തരം ബന്ധിക്കപ്പെട്ടു, ജയിലിൽ കിടന്നു. താൻ ഒന്നും ചെയ്തതാണോ? അല്ല. അപ്പൊ തന്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചത്, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്, താൻ ബന്ധിക്കപ്പെട്ടത് മറ്റൊരു മുഖാന്തരം.
ഞാനും നിങ്ങളും മുഖാന്തരം, നാം മുഖാന്തരം ഒരു വിശ്വാസിയുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാനായിട്ട് പാടില്ല. അങ്ങനെ പറഞ്ഞ ഒത്തിരി കാര്യം പറയാം. ഒത്തിരി പേരുടെ കാര്യം പറയാനുണ്ട്. ദാവീദിന്റെ കാര്യം. ദാവീദൊക്കെ അഭിഷേകം പ്രാവശ്യം ദാവീദ് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ, എനിക്ക് സിംഹാസനത്തിൽ ഇരിക്കേണ്ട, ഭരിക്കുകയും വേണ്ട, വീട്ടിൽ കിടന്ന് ഉറങ്ങാനെങ്കിലും സമ്മതിക്കണ്ട. അതുമില്ല. എവിടെ? കാട്ടിലാണ് താമസിക്കുന്നത്. കാട്ടില്, മലയില്, ഗുഹയില്. കാരണം എന്നാ? ശൗല് പുറകെ നടക്കുക. ഈ മനുഷ്യന്റെ തെറ്റായ തീരുമാനം മുഖാന്തരം ദാവീദിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മെ ദൈവം സ്വതന്ത്രരാക്കി. നമ്മുടെ മറ്റാരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹരിക്കാൻ പാടില്ല. നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട്. അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. നമ്മൾ ആരും തടവിലാക്കല്ലേ. ഇനി വേറൊരു വാക്കോട് പറയാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അല്ലെ? സ്വാതന്ത്ര്യത്തിലായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ഇനി മേലിൽ അടിമനുഖത്തിൽ അത് നമ്മളെ സംബന്ധിച്ച എന്നെ കർത്താവ് സ്വതന്ത്രനാക്കി സമാധാനത്തിൽ ജീവിപ്പാൻ, കർത്താവ് ദാസനായി ജീവിപ്പാൻ, ഞാൻ ഇനി പഴയ സ്വഭാവത്തിലേക്ക് കുടുങ്ങിപ്പോവാൻ പാടില്ല. എന്നോട് പറയാം. ഞാൻ ആരെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താനും പാടില്ല, ഞാനും ബന്ധിക്കപ്പെടാൻ പാടില്ല. ഞാൻ എന്നെ സൂക്ഷിക്കണം, ഞാൻ മുഖാന്തരം മറ്റൊരുത്തരെ സൂക്ഷിക്കണം. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ സാധിക്കും. നമ്മൾ കൂടുന്ന സഭയ്ക്ക് നാം വളരെ അനുഗ്രഹവും ആശ്വാസവും സഹായമായിരിക്കും. എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്താ? മരണപര്യന്തം ജീവകളുടെ പ്രാർത്ഥന. ആ വാക്കിനൊരു ധ്വനിയുണ്ട്. എന്നറിയാമോ? നിങ്ങൾ മിക്കവാറും പേരൊക്കെ ഈ കഷ്ടം അനുഭവിച്ച് മരിക്കും. വിടുവിക്കാൻ കർത്താവിന് പ്ലാനില്ല. മരണപര്യന്തം വിശ്വസ്തരാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരും ഈ കഷ്ടത്തിൽ കൂടെ മരിക്കും. പക്ഷേ കിരീടമുണ്ട്. കിരീടം ഞാൻ നിങ്ങളെ ഉയർപ്പിക്കും, കിരീടം തരും. ജീവകിരീടത്തിന്റെ അവകാശമായി തീരുമെന്നാണ് പറഞ്ഞതിന്റെ ആശയം. ഇനി ഈ കഷ്ടമനുഭവിച്ച് മരിക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ് ജീവകിരീടം, മാർട്ടിയേഴ്സ്, അതായത് രക്തസാക്ഷികൾ എന്ന് പറയും. ഇനി അല്ലാത്തവർക്ക് കിട്ടും ഈ കിരീടം. ആർക്കെന്നറിയാമോ? ആ വാക്കോട് വായിച്ച് അവസാനിപ്പിക്കാം. യാക്കോബിന്റെ 1-ാമത്തെ ലേഖനം, യാക്കോബിന്റെ 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വെച്ചിരിക്കുന്ന കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് ചില പരീക്ഷകൾ അനുഭവിച്ചിട്ട് അത് പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. കൊള്ളാവുന്നതിന് ശേഷം ജീവകിരീടം പ്രാപിക്കും. അപ്പൊ ജീവകിരീടം 2 കൂട്ടം കിട്ടും. ഒന്ന് രക്തസാക്ഷികൾ കിട്ടും. രക്തസാക്ഷി പറഞ്ഞാൽ എന്തുവാ? മരിച്ചു കല്ലേറ് കൊണ്ടോ തലവെട്ടിയോ ഒക്കെ മരിച്ചു. അവർക്ക് ജീവകിരീടം കിട്ടും. പിന്നെ ആർക്ക് കിട്ടുന്നു? പരീക്ഷ സഹിച്ച് ജീവിക്കുന്നവർ. ഞാൻ അങ്ങനെ പറയാം. വേറെ വാക്ക് പറയാം, അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ മരിച്ചില്ല. പരീക്ഷ സഹിച്ച് മുമ്പോട്ട് പോവാം. കൊള്ളാവുന്നവരെ തെളിയുമ്പോൾ അവർക്ക് കിട്ടും ജീവിതം. നമുക്ക് കർത്താവിനായി ജീവിക്കാം, കർത്താവിന്റെ മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കും. സ്മൃത സഭയോട് കുറ്റമൊന്നും പറയാൻ കർത്താവിനില്ല. ഒരു കുറ്റം പറയാനില്ല. കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചു, ആദ്യ സ്നേഹം വിട്ടുപോയെന്ന് കുറ്റം പറയാനുണ്ട്. ഇവിടെ കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ അവരുടെ കഷ്ടത മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അല്പനാളത്തത് കഴിഞ്ഞിട്ട് ഒരു നിത്യത ഉണ്ടെന്നുള്ള ഓർമ്മ അവരെ ധൈര്യപ്പെടുത്തിയതുപോലെ നമ്മളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്തുമാകട്ടെ, എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവര്, കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, വ്യത്യസ്തമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. എനിക്കറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇതൊന്നും പരിപൂർണമായിട്ട് മാറ്റിത്തരാമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടില്ല. മാറുന്നൊരു കാലമുണ്ട്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായിട്ട് ഉയർത്തും, നാം രൂപാന്തരപ്പെടും. അതോടുകൂടെ സകല വിഷയവും പര്യവസാനിക്കുക. പിന്നെ നമുക്ക് ചിന്തിക്കാൻ നേരമില്ല. പിന്നെ കർത്താവിന് പറയാം, നമ്മളെ എപ്പോഴും കർത്താവുമായിട്ടാണ്. ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. പ്രതികൂലങ്ങളെ തരണം ചെയ്യാം. സ്മൃണ കയ്പുണ്ടാകട്ടെ. കർത്താവ് കയ്പേറിയ അനുഭവത്തിൽ കൂടെ കടന്നുപോയവനാണ്. ആ കർത്താവ് നമുക്ക് സഹായമായിട്ടുണ്ട്, കൂട്ടാളിയായിട്ടുണ്ട്. ആ കർത്താവ് നമുക്ക് ആശ്രയിക്കാൻ ശരണപ്പെടാം. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.